വടിയും കമ്പൊക്കെ വെച്ചിട്ട് പുല്ലോ വൈക്കോലൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്ന ആ ഒരു പഴയ പുൽക്കൂട് തന്നെയാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നതും. ചെറുപ്പത്തിലുണ്ടായിരുന്ന നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് പറയുന്നതിന്റെ ആ ഒരു തട്ട് എപ്പോഴും താണു തന്നെ ഇരിക്കുന്നു. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതുപോലെ ഇരുന്ന് സംസാരിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കുറേ കാലങ്ങളായിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചെറിയ ടെൻഷനും ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായിരിക്കും. കാരണം ഞാനിങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഇപ്പോൾ സാധാരണ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇന്നത്തെ ഇങ്ങനെ ഒരു വീഡിയോ എന്നുള്ളത് ചെയ്യണം എന്നുള്ളത് എപ്പോഴത്തെയും പോലെ ഒരു ആഗ്രഹം തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ഡിസംബർ മാസത്തിലേക്ക് കടന്നു അല്ലേ. ഡിസംബർ 1 തന്നെ ഡിസംബർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ നമുക്കറിയാലോ ഇവിടെ നാഷണൽ ഡേയുടെ ഒക്കെ ആ ഒരു എന്താ പറയുക മുടക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ വേറെ കുറെ തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ടാണ് കുറച്ച് ഡിസംബർ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങളായിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചത്. എല്ലാവരെ പോലെ തന്നെ ഞാനും ഈ ഒരു ഡിസംബർ, അതായത് നമ്മൾ 1 ജനുവരി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് എപ്പോഴാണ് ഡിസംബർ ആവണേന്ന് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അതിപ്പോ ഒന്നല്ല കേട്ടോ, നമ്മൾ ചെറുപ്പം തൊട്ടേ എനിക്കറിയാം. ഇപ്പൊ നമുക്കാണെങ്കിലും ഒരുവിധം നമ്മളിപ്പോ ഇതിലുള്ള എല്ലാവർക്കും നമ്മുടെ ചുറ്റുള്ള ഒരുവിധം ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഫേവറേറ്റ് മന്ത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും സെയിം ആൻസർ ആയിരിക്കും, ഡിസംബർ തന്നെയായിരിക്കും. കാരണം ആ ഒരു ഡിസംബർ മാസത്തെ ആ ഒരു വൈബ് എന്ന് പറയുന്നത് അതൊരു വേറൊരു ലെവൽ തന്നെയാണല്ലേ. കാരണം നമ്മളെല്ലാ ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ടൗണിലും സിറ്റിയിലും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ഫുള്ള് ട്രീസിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് ആ ഒരു കാലം എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിരിക്കും. ആ ഒരു എന്താ പറയുക ക്രിസ്മസിന്റെ ആ ഒരു ഫീല് ശരിക്കും നമുക്ക് കിട്ടുന്ന പോലെയാണ് ഇപ്പോഴത്തെ ആ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും ഇപ്പോഴത്തെ കാലത്ത് നോക്കുമ്പോൾ നമ്മുടെ ചെറുതിലൊക്കെ ഉണ്ടായിരുന്ന, ഇപ്പൊ എന്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ ഒരു സമയത്തിനേക്കാളും ഒരുപാട് മാറ്റങ്ങളായിട്ടുണ്ട്. അതായത് ഇപ്പൊ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എന്റെ സമയത്തും ഇല്ല എന്നല്ല കേട്ടോ. പക്ഷെ എന്നാലും എന്താ പറയാ, ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ആവാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്കറിയാം മെയിനായിട്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ, നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ എല്ലാവരും ഓരോ ഡെക്കർ ഐറ്റംസ് ഒക്കെ റെഡി ആക്കണതും, അതുപോലെ DIY ക്രാഫ്റ്റ് ആയിട്ട് നമുക്ക് ട്രീ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും പഠിക്കാനും ഒക്കെ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവരും എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ക്രിസ്മസ് ആവുമ്പോൾ ചെയ്യാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു വീട്ടിലൊരു ട്രീ സ്റ്റാറെങ്കിലും ഇടാണ്ടിരിക്കില്ല അല്ലെ. അപ്പൊ അത്രയൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ നമ്മുടെ ചെറുതിലെ ആ ഒരു ചെറുപ്പത്തിലുണ്ടായിരുന്ന നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് പറയുന്നതിന്റെ ആ ഒരു തട്ട് എപ്പോഴും താണു തന്നെ ഇരിക്കുന്നു പറയുന്ന പോലെ തന്നെയാണ് അപ്പോഴത്തെ ആ ഒരു ക്രിസ്മസ് മെമ്മറീസ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോൾ അതുപോലെയുള്ള കുറച്ച് മെമ്മറീസും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഇയർ ഡിസംബറിൽ, അതായത് ലാസ്റ്റ് ക്രിസ്മസിന്റെ ആ ഒരു വ്ളോഗ് മാസ് സീരീസിൽ ഞാൻ കുറച്ച് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെയുള്ള കുറച്ചുകൂടെ കൂടുതൽ മെമ്മറീസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. വേറെ ഒന്നല്ല കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ എനിക്കും പറയാനായിട്ടുള്ളൂ. നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ ഒരു പഴയ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യാറുള്ളത് ക്രിബ് ഉണ്ടാക്കലായിരിക്കും. അതായത് ക്രിബ് എന്ന് പറയുന്നേക്കാൾ അതിനെ പുൽക്കൂട് എന്ന് വിളിക്കാനാണ് കൂടുതൽ എനിക്കിഷ്ടം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു പുൽക്കൂട്, അതായത് നമ്മൾ ഈ കമ്പും ഇതൊക്കെ ഇങ്ങനെ വെച്ച് ഒരു വീടിന്റെ അതൊരു തൊഴുത്തിന്റെ ഷേപ്പ് പോലെ ആക്കിയിട്ട്, നമ്മുടെ വീട്ടുകളിൽ ഉണ്ടാവില്ല, നമ്മൾ അടുത്തുള്ള എവിടെന്നെങ്കിലും ഒക്കെ കുറച്ച് പുല്ലും വൈക്കോലും ഒക്കെ കൊണ്ടുവന്നിട്ട് ആ ഒരു തൊഴുത്ത് പോലെ, അതാണല്ലോ പുൽക്കൂട്. നമ്മൾ ഉണ്ണീശോ ജനിച്ചത് പുൽക്കൂട്ടിലാണല്ലോ. അപ്പൊ അത് റെഡിയാക്കും. അപ്പൊ നമുക്ക് ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെഡിമെയ്ഡ് പുൽക്കൂടുകള് ഇപ്പോന്നല്ല കേട്ടോ. അപ്പൊ എന്റെ ഒരു ടൈം തന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോ അതൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഇതുപോലെയുള്ള ഒരു ഇതുണ്ടാക്കുന്നതിന്റെ ആ ഒരു ഭംഗിയും ആ ഒരു ഇത് കാണുന്നതിന്റെ ആ ഒരു ഫീൽ എന്നൊക്കെ പറയുന്നത് വേറെ തന്നെയായിരിക്കും. പിന്നെ നമ്മൾ തെർമോകോൾ കൊണ്ടൊക്കെ ഉണ്ടാക്കും. പക്ഷെ എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആ ഒരു വടിയും കമ്പൊക്കെ വെച്ചിട്ട് പുല്ലോ വൈക്കോലോ ഒക്കെ വെച്ച് സെറ്റ് ചെയ്യുന്ന ആ ഒരു പഴയ പുൽക്കൂട് തന്നെയാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നതും, അല്ലെങ്കിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നതും ആ ഒരു ക്രിബ് തന്നെയായിരിക്കും. പിന്നെ എന്താ പറയാ, പക്ഷെ നമ്മൾ ഈ ഓരോ കാലഘട്ടം കഴിയുമ്പോൾ നമുക്ക് ഓരോ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു. പറഞ്ഞ പോലെ പല കാര്യങ്ങളും മാറിയിട്ടുണ്ട്. ഇപ്പൊ ക്രിബൊക്കെ ആണെങ്കിലും അന്നുണ്ടാക്കിയ പോലെ ക്രിബ് ഉണ്ടാക്കുന്നവർ ഇപ്പൊ ഉണ്ടോന്ന് തന്നെ സംശയമാണ് ഇപ്പൊ പലരും. പിന്നെ നമ്മൾ ഈ പാറയുടെ ഒക്കെ ഷേപ്പ് പോലെ ഉണ്ടാക്കാന്നുള്ളതിൽ കുറച്ച് കല്ലും ഇതൊക്കെ വെച്ചിട്ട് പാറയുടെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കും. അതുപോലെ തന്നെ എന്താ പറയാ, അങ്ങനെ ഓരോ എന്താ പറയാ ഡിഫറെന്റ് തീം വെച്ചിട്ട് ഉണ്ടാക്കാം അല്ലെ, അങ്ങനെ പറയാം.
അതായത് ഇപ്പൊ നമ്മുടെ ബോട്ടിൽ ഉണ്ണീശോ ജനിച്ച പോലെ ഇപ്പൊ എന്റെ ഓർമ്മയിലുണ്ട്. കാരണം നമ്മളിപ്പോ ചെറുതായിരുന്ന സമയത്ത്, ചെറുതെന്ന് പറഞ്ഞാൽ ഒരു ഹൈസ്കൂളിൽ 8-ലോ 9-ലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ന്യൂസ് പേപ്പറിൽ കാണും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള പുൽക്കൂടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെ ഒരു ബോട്ടിന്റെ ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ള പുൽക്കൂട് ഈ സ്ഥലത്ത് അങ്ങനെ ഉണ്ടാക്കിയപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ന്യൂസിലൊക്കെ കാണുമ്പോൾ വണ്ടിയും സൗകര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഈ ഒരു എല്ലാ സ്ഥലങ്ങളിലേക്കും വിസിറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങും, ഈ പുൽക്കൂടുകൾ ഓരോന്ന്. അതെല്ലാവരും അങ്ങനെയാണല്ലോ. ഇപ്പൊ ഇപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അത് കൂടിയിട്ടുണ്ടാവുള്ളൂ. കാരണം ഇപ്പൊ ഒരു വീട്ടില് ഒരു വണ്ടി എന്നുള്ള രീതിയിൽ ഇല്ലാത്തവരുണ്ടാവാത്തതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ഈ പാതിര കുർബാനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളികളിലത്തെയൊക്കെ പുൽക്കൂട് എങ്ങനെയുണ്ടെന്നൊക്കെ കാണാനായിട്ട് ഇറങ്ങില്ല. അപ്പൊ അതൊക്കെ ഒരു നല്ല മെമ്മറീസ് ആണ്. നാട്ടിലത്തെ ആ ഒരു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഒന്നാമത് നമുക്കറിയാവുന്നവർ തന്നെയാണ് നമ്മുടെ ചുറ്റും. പിന്നെ നമ്മളിങ്ങനെ എല്ലാ വീടുകളിലേക്കൊക്കെ പോകും. പിന്നെ നമ്മുടെ വെക്കേഷന്റെ സമയമാണ്, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നമുക്ക് ഇവിടെ വെക്കേഷനൊക്കെ ആണ്, പിന്നെ എന്നാലും അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ, നമ്മളുടെ ഈ ക്ലാസ്സിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കുള്ള മെയിൻ ആയിട്ടുള്ള വെക്കേഷൻ എന്ന് പറയുമ്പോൾ മറ്റേ ഹർത്താലും സമരമൊക്കെ ആയിട്ടുള്ള വേറെ മുടക്കുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഓണം വെക്കേഷൻ ഉണ്ട്, പൂജ ഹോളിഡേയ്സ് ഉണ്ട്, പിന്നെ എന്ന് പറയുമ്പോൾ ക്രിസ്മസ് വെക്കേഷനും പിന്നെ നമ്മുടെ സമ്മർ വെക്കേഷനാണ് മെയിൻ ആയിട്ടുള്ള കുറച്ച് ലോങ് വെക്കേഷൻ എന്ന് പറയാനുള്ളത്. പിന്നെ ഓരോന്നിടയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ദിവസം അങ്ങനെയൊക്കെയാണല്ലോ കിട്ടുക. കുറച്ച് അധിക ദിവസം കിട്ടുന്ന മുടക്കുകൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ ക്രിസ്മസ് ആകുമ്പോൾ നമ്മുടെ കസിൻസിനൊക്കെ വീട്ടിലേക്ക് പോകും, അവരിങ്ങോട്ട് വരും. പിന്നെ കേക്ക്, അതിപ്പോ നമുക്ക് റീൽസിലൊക്കെ കണ്ടിട്ട് അറിയാം, കേക്ക് എത്ര തരം കേക്ക് ഉണ്ടെന്നെങ്കിലും ക്രിസ്മസിന്റെ സമയമാകുമ്പോൾ നമുക്ക് ആ ഒരു പ്ലം കേക്ക് കാണുമ്പോൾ തന്നെയാണ് ഒരു ക്രിസ്മസ് ഫീല് വരുന്നത്. അത് എന്തൊക്കെ പറഞ്ഞാലും അത് സമ്മതിച്ചു തരാണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ക്രിസ്മസിന്റെ സമയമാകുമ്പോൾ ഒരു പ്ലം കേക്ക് കാണണം, അല്ലെങ്കിൽ ഒരു പ്ലം കേക്ക് ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഒരു ക്രിസ്മസ് വരുന്നത്. എത്രയൊക്കെ വലിയ വലിയ വിലയുടെ കേക്ക് ഉണ്ടെങ്കിലും അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ റീൽസിലായാലും കാണാറുണ്ട്. ബാക്കി എല്ലാ സമയത്തും കേക്കിന് ആർക്കും വേണ്ടാന്നുണ്ടെങ്കിലും ക്രിസ്മസിന്റെ സമയത്ത് മെയിൻ കേക്ക് എന്ന് പറയുന്നത് പ്ലം കേക്ക് ആയിരിക്കും. പിന്നെ വേറെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസിനുള്ള ട്രീ സെറ്റ് ചെയ്യുന്നത്. ട്രീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ആ ഒരു ഫാഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് മാറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പൊ നമ്മൾ വീടുകളിൽ ട്രീ ആണ് ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നത്. ട്രീ വെക്കും. പിന്നെ ക്രിബ് എന്നൊക്കെ പറയണത് ചെയ്യുന്നവരുണ്ടാവാം, എല്ലാവരും ചെയ്യണമെന്നില്ല. പക്ഷെ ട്രീ ആണ് എല്ലാവരും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. പക്ഷെ എൻ്റെ ഒക്കെ ചെറുതിൽ അങ്ങനെയല്ലായിരുന്നു കേട്ടോ. നമ്മള് ക്രിബാണ് ആദ്യം ഉണ്ടാക്കാം. ട്രീ വെക്കുന്നവർക്ക് വെക്കാം, വെക്കണമെന്നില്ല. പക്ഷെ ക്രിബ് എല്ലാ വീടുകളിലും ഉണ്ടാവും, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് നേരെ തിരിച്ചായി. ക്രിബ് എല്ലായിടത്തും ഉണ്ടോന്ന് ചോദിച്ചാൽ ചെയ്യുന്നവരുണ്ടാവാം, പക്ഷെ ട്രീ ആണ് മസ്റ്റ് ആയിട്ട് എന്നുള്ള പോലെ എല്ലാവരും ഇപ്പൊ വെക്കണ കാണുന്നത്. ട്രീ വെക്കുകയാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പൊ നമുക്ക് റെഡിമെയ്ഡ് ട്രീസ് വലിയ 6 അടി 8 അടിയുടെ ഒക്കെ നല്ല ഹൈറ്റിലുള്ളതും അങ്ങനെയുള്ള റെഡിമെയ്ഡ് ട്രീസ് ആണ് ഇപ്പോ കൂടുതലായിട്ട് എല്ലാവരും വെക്കണമെന്നുണ്ടെങ്കിൽ. എന്റെയൊക്കെ സമയത്ത് നമ്മൾ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ അല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ ചെറിയൊരു കൊമ്പൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാം. എന്നിട്ട് അതിൽ കുറച്ച് ബലൂണൊക്കെ, അന്നത്തെ ആ ബലൂൺ എന്ന് പറയുന്നത് വേറെയാണ് കേട്ടോ. നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇങ്ങനെ ഇപ്പൊ അങ്ങനത്തെ ബലൂണുകൾ കാണാറില്ല. ഇപ്പൊ കാണുന്നതൊക്കെ വലിയ ബലൂണാണ്. പക്ഷെ അന്നത്തെ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ വലിയ സൈസ് വരാത്ത പല കളറിലുള്ള ബലൂണുകളുണ്ട്. അതിന്റെ പിക്ചേഴ്സ് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനത്തെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. നമ്മൾ ഈ പഴയ സിനിമകളിലൊക്കെ അല്ലെങ്കിൽ എൻ്റെ തന്നെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫോട്ടോ ഉള്ളു. അപ്പൊ അതിലൊക്കെ അങ്ങനത്തെ ബലൂണുകളാണ്. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ബലൂൺ കാണൽ കുറവാണ്. ഇപ്പൊ പിന്നെ അതുപോലെ വേറെ ഇപ്പൊ അധികം കാണാത്ത ഒരു ഇതാണ് ഈ ഒരു പല കളറിലുള്ള അരങ്ങ് പോലത്തെ ഉണ്ടല്ലോ, ഇങ്ങനെ വീതി കുറഞ്ഞ ഇങ്ങനെ നീളത്തിലുള്ളത്. നമ്മുടെ ബർത്ത്ഡേക്കും അല്ലെങ്കിൽ പഴയകാല സെലിബ്രേഷനിലൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പല കളറിൽ പിങ്ക്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ കളറിൽ ഇങ്ങനെ പേപ്പറിന്റെ റിബൺ പോലത്തെ ഉണ്ട്. പിക്ചർ കിട്ടുകയാണെങ്കിൽ ആഡ് ചെയ്യാം. അപ്പൊ അതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ അന്ന്. പിന്നെ കുറച്ച് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടായിരിക്കും. പിന്നെ സ്റ്റാറൊക്കെ കുഞ്ഞു കുഞ്ഞു സ്റ്റാറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കെട്ടി തൂക്കിയിടും. അങ്ങനെയായിരുന്നു നമ്മളുടെ അന്നത്തെ ഒരു ക്രിസ്മസ് ട്രീ. പക്ഷെ ഇപ്പൊ അതിന്റെ ആകെ ആ ഒരു ട്രെൻഡേ മാറിപ്പോയി. ഇപ്പൊ നമ്മൾ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനത്തെ ഈ റെഡിമെയ്ഡ് ട്രീ കിട്ടുമ്പോ അത് വെക്കും. അതായത് നമ്മളിപ്പോ കുറച്ചും കൂടിയും ഒരു വെസ്റ്റേൺ സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു യൂറോപ്യൻ സ്റ്റൈൽ അങ്ങനത്തെയാണ് ഇപ്പൊ നമ്മൾ കൂടുതൽ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു നാടൻ സ്റ്റൈലൊക്കെ ഇപ്പൊ മാറിപ്പോയി തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ക്രിസ്മസ് ഗിഫ്റ്റ്. ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ ഗിഫ്റ്റ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളത് സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു അവരുടെ വർക്ക് പ്ലേസിൽ വെച്ചിട്ട് അവരങ്ങനെ ഫ്രണ്ടിനെ ഒക്കെ സെലക്ട് ചെയ്യുന്നുണ്ടാവാം, എടുക്കുന്നു, ഗിഫ്റ്റ് ഒക്കെ എക്സ്ചേഞ്ച് ഉണ്ടാവും.
പക്ഷെ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഞങ്ങൾ നമ്മുടെ കസിൻസ്, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് നമ്മൾ എല്ലാവരും, അത് നാട്ടിലുള്ളവരും ഇവിടെയുള്ളവരും പുറത്തുള്ളവരും കൂടിയില്ലാത്തവരും അങ്ങനെ ഒരു സ്ഥലത്ത് എല്ലാവരും പേര് എഴുതിയിട്ടിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് എടുത്തിട്ട് അങ്ങനെ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം. വേറെ സ്ഥലത്താണെന്നുണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെയ്യാം. പിന്നെ നമുക്ക് ഗിഫ്റ്റ് നമുക്കിപ്പോൾ ഓൺലൈനായിട്ടാണെങ്കിലും ഒക്കെ അവർക്ക് അയച്ചു കൊടുക്കാനും അങ്ങനെ എത്തിക്കാനൊക്കെ വഴിയുണ്ടല്ലോ. അപ്പൊ നമുക്കത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അങ്ങനത്തെ ആ ഒരു നമ്മുടെ പഴയ ഒരു എന്താ പറയാ ഒരു കസ്റ്റം കാര്യങ്ങളൊക്കെ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതൊക്കെ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും അടുത്ത ജനറേഷനുള്ളവർക്കൊക്കെ അത് മനസ്സിലാക്കാനും കാണാനൊക്കെ പറ്റുന്നത് നല്ലതാണല്ലോ. അപ്പൊ അങ്ങനെ അവരും ആ ഒരു കാര്യം അങ്ങനെ ഫോളോ ചെയ്യട്ടെ. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിസ്മസ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. അത് വേറൊന്നല്ല, ഈ ക്രിസ്മസ് കാർഡ് എന്നുള്ള ഒരു കാര്യം ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ നിന്നുപോയൊരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ക്രിസ്മസിന്റെ നമുക്കറിയാലോ, വാട്സപ്പിൽ എല്ലാവരും മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കും. ഏതെങ്കിലും ഒരാൾ ഒരു ഫോർവേഡ് മെസ്സേജ് ക്രിസ്മസ് അയച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ അത് ഫോർവേഡ് ചെയ്യണം. ആ ഒരു ഇതായി മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു ചെറുതിലായിരുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഒരു മെമ്മറി തന്നെയാണ്. അതായത് നമ്മൾക്ക് എന്തായാലും ആരെങ്കിലും ഒരാളെങ്കിലും നമുക്കൊരു കാർഡ് നമുക്ക് അയക്കാണ്ടിരിക്കില്ല. നമ്മളാണെങ്കിലും അയക്കാറുണ്ട്. അതെല്ലാവരും ചെയ്യാറുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ എൻ്റെ വീട്ടിൽ നമ്മുടെ ഫാമിലിയും വേറെ നമ്മുടെ കസിൻസിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മൾ കാർഡ്സ് അയക്കാറുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ നമുക്കും ആരെങ്കിലും ഒക്കെ അയക്കും. അപ്പൊ ആ ഒരു കാർഡ് കിട്ടുമ്പോൾ എനിക്കൊരു സമയത്ത് കുറച്ച് ക്രിസ്മസ് കാർഡ് കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു കാര്യം അത് ഇന്ന് എടുത്തു വെച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് എവിടെയോ പോയി. കാരണം ഇനിയിപ്പോൾ ക്രിസ്മസ് കാർഡൊക്കെ അങ്ങനെ കൊടുക്കുന്നവരും അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഒരുപാട് എടുത്തു വെക്കുന്നവരൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. പക്ഷെ അന്ന് ഒരു സമയത്ത് ഞാനത് ചെയ്തിരുന്നു. പിന്നെ നമ്മളത് വലുതായപ്പോ അത് എവിടെയോ മറന്നു. അതങ്ങനെ എവിടെയോ മിസ്സായി പോയി. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഡിസംബർ മെമ്മറീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു ക്രിസ്മസിന്റെ ടൈം ആകുമ്പോഴത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. വീഡിയോ ഫസ്റ്റ് ഡിസംബർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും കുറച്ച് ദിവസം ആകുമ്പോഴേക്കും വേഗം അത് ചെയ്തത്. അപ്പൊ ഈ ക്രിസ്മസിന്റെ ടൈമില് പിന്നെ ഞാനൊരു വ്ളോഗ്മാസ് സീരീസ് എന്നുള്ള രീതിയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഡിസംബർ 1 തൊട്ട് ഡിസംബർ 25 വരെ, അതായത് ക്രിസ്മസിന്റെ അന്ന് വരെ കുറച്ച് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ ഇടാം, ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഇടാം, അല്ലെങ്കിൽ വീക്ക്ലി വൺസ് എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാം. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുള്ളത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് നമുക്ക് സാധാരണ ഞാൻ ലോങ് വീഡിയോസ് എല്ലാ ഫ്രൈഡേ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ മൺഡേ ആൻഡ് ഫ്രൈഡേ ഈ ഒരു ഡിസംബർ മന്തിൽ ഈ ഒരു വ്ളോഗ്മാസ് സീരീസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്ലാൻ. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്താലും നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഇതിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി 2 വീഡിയോസ് വെച്ചിട്ട്, അതായത് മൺഡേ ആൻഡ് ഫ്രൈഡേ ഓരോ വീഡിയോസ് ക്രിസ്മസ് റിലേറ്റഡും ആയിരിക്കാം, അല്ലാത്ത വീഡിയോസും ഉണ്ടായിരിക്കാം. എന്നാലും ആ ഒരു ക്രിസ്മസിന്റെ ആ ഒരു മന്തിൽ ഇടുന്ന വീഡിയോസ്, അപ്പൊ അതിനെ നമ്മള് ഒരു വ്ളോഗ് മാസ് എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ വിളിക്കാനും ആഗ്രഹിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ മെയിൻ ആയിട്ട് കൂടുതലും നമ്മൾ ക്രിസ്മസ് റിലേറ്റഡ് വീഡിയോസ് തന്നെയായിരിക്കും ഈ ഒരു മാസം നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ 1-2 വീഡിയോസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വേറെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡിസംബർ മെമ്മറീസ് എന്ന് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് ഡിസംബർ മെമ്മറീസ് കേട്ടോ. ഡിസംബർ മെമ്മറീസോ അല്ലെങ്കിൽ എൻ്റെ ക്രിസ്മസ് മെമ്മറീസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ മെമ്മറീസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഈ മെമ്മറീസ് ഷെയർ ചെയ്തപ്പോൾ നിങ്ങളുടെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾ ഒന്ന് ഓർത്തു പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.